ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഉച്ച സമയമാണ്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള കൊഞ്ചൻ തീയൽ, അതായത് തിരുവനന്തപുരംകാരുടെ സ്വന്തം കൊഞ്ചൻ തീയലാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള കൊഞ്ചനൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പൊതുവേ ഒരു സ്വഭാവം ഉണ്ടല്ലേ, നല്ല തിമിർത്ത് പെയ്യുന്ന മഴയ്ക്ക് ഇതുപോലുള്ള തീയലും ചൂട് ചോറൊക്കെ കൂട്ടി കഴിക്കാൻ ആഹാ, എന്ത് രസമായിരിക്കും അല്ലേ. അപ്പോൾ അതിന് ഇന്ന് പറ്റിയൊരു കോമ്പിനേഷനാണ് ചെയ്യുന്നത്. പിന്നെ ഇത് കുഞ്ഞു കൊഞ്ചനല്ലാത്തത് കൊണ്ട് കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു. അത്യാവശ്യം വലുത് തന്നെയാണ് അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അങ്ങനെതാ ചെമ്മീനൊക്കെ അമ്മ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുള്ള കുഞ്ഞുള്ളി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ടിതാ പിന്നെ അതിന് വേണ്ട പച്ചക്കറികൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് വെള്ളരിക്കയും കുഞ്ഞുള്ളി ഇട്ടിട്ടാണ് തീയൽ വെക്കണത് ഇതിൻ്റെ കൂടെ. അതാണ് ടേസ്റ്റ്. അപ്പോൾ അമ്മ അതിനുള്ള വെള്ളരിക്ക ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിലോട്ട് കുറച്ച് തക്കാളി ആഡ് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് ചേർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പച്ചക്കറികൾ ഇട്ടാണ് ഇതിൻ്റെ കൂടെ വെക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനും അമ്മയും വെളിയിൽ നല്ല മഴയായതുകൊണ്ട് കുശലം പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അടുത്തത് ഇതിൻ്റെ വറുത്തെടുക്കുന്ന പ്രൊസീജിയറാണ്. ഇവിടെ എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനിപ്പം നമുക്ക് ആവശ്യത്തിന് അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അരമുറി തേങ്ങ ആ ചീനച്ചട്ടിയിലോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആ ചീനച്ചട്ടിയിലോട്ട് തേങ്ങ കിടന്ന് നന്നായിട്ട് മൊരിയണം. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർക്കുന്നത് പിന്നെ കറിവേപ്പിലയും ഒരു കുഞ്ഞുള്ളിയാണ്. അത് കുഞ്ഞുള്ളി മുറിച്ചിട്ടതിന് ശേഷം ഈ തേങ്ങയുടെ കൂടെ ഇങ്ങനെ വറുത്തെടുക്കുക. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം, നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളറ് ആവുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കുറച്ച് പുളിയും കൂടി ഇടണം. ഇത് മൂന്നുമാണ് ഈ കൂട്ട് കിടക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പൊടികൾ ഇടുകയാണ്. അമ്മ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കുരുമുളക് ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുകയാണ്. മുളക് പൊടി ഇട്ടതിന് ശേഷം എപ്പോഴുള്ള പോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ ഇത്തിരി മഞ്ഞൾ പൊടിയും കൂടി ഇടാൻ നോക്കുകയാണ്. ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടി, ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ഇടുകയാണ്. അപ്പോൾ ഇതത്രയും കൂടി നമ്മളെല്ലാം വറുത്തെടുക്കണം, നന്നായിട്ട് വറുത്ത് എടുക്കണം, മൂപ്പിച്ചെടുക്കണം. ആവശ്യത്തിനെല്ലാം ഓക്കെയാണോ എന്ന് നോക്കിയതിന് ശേഷം ഈ പൊടികളിലൂടെ ഇത് വാങ്ങി വെക്കാനാകുമ്പോഴുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു കളറായിരിക്കണം. അപ്പം ഏകദേശം നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പൊടികളൊക്കെ ജാറിലിട്ടതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അമ്മ മിക്സിയിലോട്ടിട്ട് നന്നായിട്ട് അരക്കാണ് കേട്ടോ. പൊടികളൊക്കെ നന്നായിട്ട് അരയണം. ഇത് അരയ്ക്കുന്ന സമയത്ത് ആ വറുത്ത് വെച്ചതിൻ്റെ മണം അടുക്കള മുഴുവൻ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്മെല്ല്. പിന്നെ അമ്മ അടുപ്പത്തോട്ടേക്ക് ചട്ടി വെച്ച് കത്തിച്ചതിന് ശേഷം ഈ അരപ്പ് അങ്ങോട്ടേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ കൂട്ടുകൾ എല്ലാം അരച്ചത് നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നന്നാക്കി വെച്ച ചെമ്മീനാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ആ ചെമ്മീൻ ഇട്ടതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ അതിലോട്ട് ഇടുന്നത്. ആ അരപ്പിലോട്ടാണ് നേരത്തെ നന്നാക്കി വെച്ച വെള്ളരി, പച്ചമുളക്, തക്കാളി, കുഞ്ഞുള്ളി ഇതൊക്കെ അതിലോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക, നന്നായിട്ട് മുക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് റെഡിയാക്കി വെക്കുക. ഇതാണ് ഇതിൻ്റെ കൂട്ട് എന്ന് പറയുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് അടച്ചു വെക്കണം. ഇതുപോലെ അടുപ്പത്തിരുന്ന് തിളച്ച് ആവി വരണം. അപ്പോൾ പുറത്ത് നല്ല തിമിർത്ത് പെയ്യുന്ന മഴയും കൊഞ്ചൻ തീയലും ഭയങ്കര കോമ്പിനേഷനാണല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഒക്കെ കാണും വരേക്കും എല്ലാവർക്കും ബൈ.